പിന്നെ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജനിച്ചിട്ട് ഇങ്ങനെ വെറുതെ ജീവിച്ചു പോയാൽ പോരല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഗായ്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറുതെ ട്രാവൽ ചെയ്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് നാളായി, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളായി നമുക്കുള്ള എന്നെ കുറച്ച് നെഗറ്റീവ് കമന്റുകൾ വരുന്നുട്ടോ. ആ നെഗറ്റീവ് കമന്റുകൾ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പോ നമ്മുടെ ഡയറക്റ്റ് യൂട്യൂബ് എന്നല്ല നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നും അതുപോലെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും, അതായത് നമ്മൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്ന ആളുകളിൽ നിന്നും, എല്ലാവരിൽ നിന്നുമല്ല, വളരെ കുറച്ച് ആളുകളിൽ നിന്ന്. സംഭവം കോമഡിയാണ് എങ്കിലും പറയാതിരിക്കാൻ വയ്യ. അതില് പിന്നെ ഞാൻ യൂട്യൂബിൽ ഇതേപോലെ വീഡിയോ ചെയ്യുന്ന കാര്യം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അറിയില്ല, മറ്റ് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയില്ല, അത്രയും അടുത്ത ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ആ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ പുതുതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ആളുകൾക്കാണ് ജസ്റ്റ് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടെന്ന്. ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മെയിൻ കാരണമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒരാള് പിന്നെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ടല്ലോ, വ്യൂസ് ഒക്കെ കുറവാണല്ലോ, ഇതെന്തപ്പോ ചെയ്യാ, ഇതെന്തപ്പോ ഒരു വളരെ ദയനീയമായിട്ട് ചോദിക്കൂല, എന്തോ വലിയ ഒരു ഇതുപോലെ ചോദിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ, അത് നമ്മളെ പുറത്തുനിന്നുള്ള ഫ്രണ്ട്സ് ആട്ടോ, അവര് പിന്നെ ഒരാള് ഫേമസ് ആവാൻ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ, എന്താ ഈ ഫേമസ് ആയോ, അങ്ങനെയൊക്കെ ഒരു സംഗതി ഇല്ലേ. സംഭവം നമുക്ക് ഒരു തവണ കേൾക്കുമ്പോൾ ഒരു രസമാണ്. ഇത് ഒന്നല്ല, ഒരു 100 തവണ കേട്ടാലും നമുക്ക് രസമാണ്. കാരണം നമ്മളെ ഡ്രീം നമ്മളെ ഡ്രീമിനെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്നും ഇവർക്കറിയില്ല. പിന്നെ വേറെയുള്ള നെഗറ്റീവ് കമന്റ്, എത്ര കാലമായി വീഡിയോസ് ഇടുന്നു, എത്ര വീഡിയോ ഇട്ടാലും പിന്നെ ഒരു 10 ആള് 15 ആള് മാത്രല്ലേ കാണുന്നുള്ളൂ, എന്താ അതുകൊണ്ട് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കുറച്ച് കമന്റുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിന് പരിഹാര മാർഗമായിട്ടല്ല, ഇത്തരം ചോദ്യങ്ങളെ എങ്ങനെയാണ് ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ ക്രിയേറ്റേഴ്സും ഇങ്ങനെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലത് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും പറയൂട്ടോ, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒന്നാമത്തെ ഒരു ചോദ്യം, ഏറ്റവും ഫേമസ് ആവാൻ വേണ്ടിയാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എന്ന്. ഇതിനുള്ള മറുപടി എന്ന് വെച്ചാല്, എത്ര വീഡിയോസ് വരെ ചെയ്യും ഫേമസ് ആവാൻ? കാരണം ഈ വ്ളോഗ് ചെയ്യുക എന്നുള്ള സംഗതി നിസ്സാരപ്പെട്ട ഒരു സംഗതിയല്ല. കാരണം നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നതിന് മുന്നേ പ്ലാൻ ചെയ്യണം, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത്. ഇനി വേറെ ആരുടെയെങ്കിലും കൂടെ പോവുകയാണെങ്കിൽ ആ പോകുന്ന സമയത്ത് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് നമ്മൾ പോകേണ്ടത്, ഇന്ന സമയങ്ങളിലെത്തും, ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്നിട്ട് അത് ഒരു ഷെഡ്യൂൾ വൈസ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ടൂറിൽ വളരെയധികം എൻജോയ്മെന്റ് ചെയ്യുകയും വേണം. ഇതൊക്കെ ഒരേ സമയത്ത് നടക്കണം. എന്നിട്ട് ഇത് കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനൊന്നും ഒരു പണിയില്ല കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇത് കഴിഞ്ഞ് വന്നിട്ട് എഡിറ്റിംഗ് സെഷൻ, അതൊന്ന് ഇരുന്ന് നോക്കണം. അത് ഈ ഫേമസ് ആവാൻ വേണ്ടി ചെയ്യുന്ന ആളുകളൊക്കെ കൂടി പോയാൽ എനിക്ക് തോന്നുന്നു 1 മാസം വരെ, അല്ലെ, 1 മാസം മീൻസ് കൂടിപ്പോയ ഒരു 10 വീഡിയോ, മാക്സിമം ഒരു 10 വീഡിയോസ് വരെ ചെയ്യുള്ളൂ. ഇത് റീച്ച് കിട്ടാഞ്ഞാൽ ഇട്ട് എറിഞ്ഞു പോകും. നമ്മൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയത് 2 വർഷമായി. ഇതിന്റെ മുന്നോടിയായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 4-5 വർഷത്തെ കണക്കുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല, ടൈമിനുള്ള വീഡിയോസ് ഒന്നല്ല. ഈ യൂട്യൂബിന്റെ അൽഗോരിതം എന്ന് വെച്ചാല് കറക്റ്റ് ടൈമിങ്ങിന് വീഡിയോസ് ഇടണം. അത് മാത്രമല്ല, ഒരാഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയത് 3 വീഡിയോസ്, ഷോർട്ട് വീഡിയോ അല്ല, 3 വീഡിയോസ് എങ്കിലും ചെയ്യാനായിട്ട് സാധിക്കണം. എങ്കിൽ ആ വീഡിയോസ് റീച്ച് കൂടുകയുള്ളൂ. ഇനി എത്രയൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും ആ വീഡിയോസിന്റെ കണ്ടന്റ് ഫോളോ ചെയ്യുന്ന ആളുകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ ട്രാവൽ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ
മറ്റുള്ള ഈ കുക്കിംഗ് മറ്റുള്ള കണ്ടന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വ്യത്യസ്ത തരങ്ങളായിരിക്കും. ഇനി വേറൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 140 കോടി ജനങ്ങളുണ്ട്. ഈ ജനങ്ങളിൽ മലയാളം സംസാരിക്കുന്നത് നമ്മളെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ്. ഈ 3.5 കോടി ജനങ്ങളും ഫോൺ ഉപയോഗിക്കുന്നില്ല. ഏകദേശം ഒരു 1.5-2 കോടി ജനങ്ങൾ മാത്രമേ മൊബൈൽ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഉപയോഗിക്കുന്നതിൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ. പിന്നെ ഒരു ക്രിയേറ്റർ വീഡിയോസ് നോക്കി കാണുന്നത്, ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 10 ആള് കാണുകയാണ്. ആ 10 ആളില് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ 10 ആളില് 5 ആളുകൾ പുതിയതായിരിക്കും, ഒരു 2 ആളുകൾ പുതിയതായിരിക്കും. അങ്ങനെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരാളെ പുതുതായിട്ട് കിട്ടുന്നെങ്കിൽ അതാണ് നമ്മുടെ വിജയം. ഇപ്പോൾ കൺസിസ്റ്റൻസിയാണ്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പാഷന്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊരു സംഗതി ഉണ്ടല്ലോ, അത്രയ്ക്കും ഇഷ്ടമായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഓക്കെ, ആ ഒരു റേഞ്ചിലാണ് നമ്മളൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജനിച്ചിട്ട് ഇങ്ങനെ വെറുതെ ജീവിച്ചു പോയാൽ പോരല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് നമ്മൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളൂ. ഒരുപാട് നെഗറ്റീവുകൾ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നെഗറ്റീവുകൾ പല സൈഡുകളിൽ നിന്നായിട്ട് വരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി അതേപോലെ മുന്നോട്ട് പോവുക. ഓക്കെ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളുമായിട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ട്രാവൽ വീഡിയോസ്, ഇത്തരത്തിലുള്ള നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇനി ഒരുപാട് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ് അടിക്കുക. നെഗറ്റീവിനോടൊക്കെ പോയി പണി മാക്കാൻ പറയടാ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളെ മൈൻഡ് സെറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പറ്റൂ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കേട്ടോ മിഡിൽ ക്ലാസ്സേഴ്സിന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ്. അവരുടെ ആ ഒരു കഷ്ടപ്പാട്, ഒരു എന്താ പറയാ, ഒരു ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമത്തിനെ എങ്ങനെ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ള പല വഴികളും നമ്മൾ നോക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് സംഗതികളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മൾ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് ഞാൻ പറയാം. ഒന്ന് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് നമുക്ക് പറയണം, SIP പ്ലാനുകളെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും എടുത്തിരിക്കേണ്ട ചില പ്രധാന ഇൻഷുറൻസുകളുണ്ട് നമ്മുടെ ലൈഫിൽ. പിന്നെ നമ്മൾ മിഡിൽ ക്ലാസ്സേഴ്സിന് ഏറ്റവും കൂടുതൽ പണി വരുന്നത് ഹോസ്പിറ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ പ്രധാനമായിട്ടും എടുക്കേണ്ട പിന്നെ ഇൻഷുറൻസുകൾ ഏതൊക്കെയാണ്, അത് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് നിർബന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നോട്ടൊരു തിരിഞ്ഞു നോട്ടം വേണ്ടി വരില്ല എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്കെല്ലാം പ്രതീക്ഷിക്കാം. എല്ലാം നല്ല ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ വീഡിയോസിന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളെ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക്, ഞാൻ പിന്നെയും പറയുന്നു, ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മൾ പിന്നെ 1-2 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഗോവയിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ട്. അതിന്റെ വളരെ രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പാക്കേജ് ആരംഭിച്ചിട്ടുണ്ട്. വെറും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ, നിങ്ങൾക്കറിയാലോ ഗോവ എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ 1 ഡേയും 2 ഡേയും 1 നൈറ്റും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മിനിമം 10 ആളുകളാണ്. പെട്ടെന്ന് തന്നെ വേക്കൻസി ഒക്കെ ഫില്ലാവുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ജൂൺ 13, 14, 15 സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിരുന്നു നമ്പർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യുക. നമുക്ക് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ യാത്ര മുന്നോട്ട് പോകാം. നല്ല കളർഫുൾ ആയിട്ട് പാക്കേജ് ട്രിപ്പ്
ആസ്വദിച്ച് മുന്നോട്ട് പോവാം. പിന്നെ വേറൊരു നമ്മളെ ട്രാവലിംഗ് പാർട്ട്ണർ മിസ്റ്റർ റോഷൻ, ഞങ്ങൾ രണ്ടാളോട് ഒരുമിച്ചാണ് ഈ പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തകർക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഞാൻ ഒരുപാട് വീഡിയോസ് ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു കിഡിലൻ വീഡിയോസിൽ കാണാം.